എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അൽഫാമിന്റെ വീഡിയോയുമായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ചേർത്തേക്കുന്നത് നമ്മുടെ മസാല, തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് ഉള്ള ഒരു മസാലയുണ്ട്. അത് ചിക്കൻ പിന്നെ പൊരിക്കുന്നതിൻ്റെ ഒരു മസാലയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് തൈരും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പിന്നെ പുരട്ടി വെച്ചിരുന്ന ഒരു 3-4 മണിക്കൂറായി കാണും. അത് പുരട്ടി വെച്ചേച്ച് ഞാനത് ഇപ്പോൾ എടുത്ത് അത് ഫ്രൈ ചെയ്യുക. അത് എയർ ഫ്രയറിലാണ് വെച്ചേക്കുന്നത്. എയർ ഫ്രയറിൽ വെച്ച് അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ച് എണ്ണ തൂത്ത് കൊടുക്കണം. എണ്ണ തൂത്ത് കൊടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു മസാലയുണ്ട്. ആ മസാലയും പുരട്ടി നമ്മുടെ ഗരം മസാലയും ചിക്കൻ മസാലയും തൈരും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഞാനൊരു 3-4 മണിക്കൂറായി വെച്ചിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇത് ഓൾറെഡി ആയി. ഇനി അടുത്ത സൈഡ് നമുക്ക് പിന്നെ ഒരു 20 മിനിറ്റ് കൂടെ സെറ്റാക്കി വെക്കാം. 20 മിനിറ്റ് കൂടെ സെറ്റാക്കി ഞാൻ വെക്കുക. അപ്പോൾ ആ ഒരു സൈഡും ഓക്കെ ആവും. അപ്പം എന്ത് കഴിയുമ്പോൾ കാണിക്കാം ഇനി ബാക്കി കാര്യങ്ങൾ. ഇത് നോക്കട്ടെ. ആയില്ല, ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. ശകലം കൂടെ ആവണുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാൽ ശരിയാവും. അപ്പോൾ ഇനി 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഈ കണ്ടോ, പാത്രത്തിലോട്ട് വെച്ചെൻ്റെ കൊച്ചിന് തരുമല്ലോ. അൽഫാം റെഡി. അൽഫാം നല്ല സോഫ്റ്റ് അൽഫാം. 20 മിനിറ്റ് ഒരു സൈഡ്, 20 മിനിറ്റ് വേറൊരു സൈഡ്, അപ്പുറത്തെ സൈഡ്, അങ്ങനെ ഈ 40 മിനിറ്റ് ടോട്ടൽ വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അൽഫാം റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മസാലയാണ് ഏറ്റവും ഹൈലൈറ്റ്. മസാല നല്ലതല്ലെങ്കിൽ ആ അൽഫാമിൻ്റെ മണം പോലും വരത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിത് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. ഓക്കെ, ബൈ.